ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഒരു ഫേമസ് പ്രോവർബ് ഉണ്ടല്ലോ, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ മാൻ. ഒരു പുരുഷൻ എന്തായിത്തീരുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്തായിത്തീരുന്നു ഡിസൈഡ് ചെയ്യപ്പെടുന്ന അവൻ്റെ ചൈൽഡ്ഹുഡിലാണ്. നമുക്ക് കൃത്യമായ ഇപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സോഷ്യൽ മീഡിയ 5ാം ക്ലാസ് വരെ ബാൻ ചെയ്തിരിക്കുകയാണ് കുട്ടികൾക്ക്. അത് അവരെടുക്കുന്ന ഒരു ഒരു തീരുമാനമാണ്. ഡെഫിനറ്റ്ലി അത് അവിടെയുള്ള കുട്ടികളുടെ ഒരു ഫോർമേഷനിൽ അത് ബാധിക്കാനും സഹായിക്കാനും ഒരുപാട് സാധ്യതയുണ്ട്. നമ്മൾ ഈ ഒരു ഇപ്പം നമ്മൾ ഗവൺമെന്റ് എടുക്കുന്ന ചില നിലപാടുകൾ അത് സ്വാഭാവികമായിട്ടും ഗ്രാസ് റൂട്ട് ലെവലിൽ അതിന് റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, സെക്സ് എഡ്യൂക്കേഷൻ, ഞാൻ ഓസ്ട്രേലിയയിലാണ് ചേട്ടൻ്റെ പിള്ളേരൊക്കെ പഠിക്കുന്നത്. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഏറ്റവും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കൊരു അവാർഡുണ്ട്. കുട്ടികൾ ഏറ്റവും എല്ലാവർക്കും നന്നായിട്ട് ചെയർ ചെയ്യുന്ന ആര് പെർഫോം ചെയ്യുമ്പോഴും ഏറ്റവും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്ക് അവാർഡുണ്ട്. ഏറ്റവും സ്മാർട്ടായിട്ടുള്ള അവാർഡുണ്ട്, ഏറ്റവും പഠിക്കുന്ന ആൾക്ക് അവാർഡുണ്ട്, സ്പോർട്സ് പേഴ്സൺ അവാർഡുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ടാലൻറ്റുകൾ റെക്കഗ്നൈസ് ചെയ്യുന്ന പരിപാടി അവിടെ നിന്ന് ചൈൽഡ്ഹുഡിൽ ആരംഭിക്കുന്നുണ്ട്. അവരാദ്യം പഠിപ്പിക്കുന്നത് അപ്പച്ചൻ്റെ ഫോൺ നമ്പർ കാണാപ്പാടം പഠിക്കാനാണ്, അമ്മയുടെ ഫോൺ നമ്പർ. ഒരു ഷോപ്പിംഗ് മാളിൽ അവരെ കൊണ്ട് ഒരു ദിവസം ടൂർ നടത്തിച്ചിട്ട് പറയും യൂണിഫോം ഇട്ടവരെ ശ്രദ്ധിക്കുക, ഇതിന് കംപ്ലൈൻറ്റ് വന്നാൽ ബ്ലൂ യൂണിഫോം ഉള്ള ആളുടെ അടുത്താണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു നമ്മൾക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സിസ്റ്റം. ഓസ്ട്രേലിയ ചേട്ടൻ്റെ കൊച്ചി ഇവിടെ നാട്ടിലൊന്ന് വണ്ടി ഇരിക്കുമ്പോൾ ബാക്കിൽ കയറിയാലും സീറ്റ് ബെൽറ്റ് ഇടും. പോലീസിനെ പിടിച്ചിട്ടില്ല, സേഫ്റ്റിക്കാണ്. നമ്മളിവിടെ എങ്ങനെയാ സീറ്റ് ബെൽറ്റ് ഇടാ, അവിടെ പോലീസില്ല. നമ്മുടെ ജീവന് വേണ്ടിയിട്ടാണ് സീറ്റ് ബെൽറ്റ്. ഇറ്റ്സ് അപ്പോൾ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ്, സ്കൂൾ സിസ്റ്റം, ഇതിലൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. മുതിർന്ന ഒരാളെ തിരുത്താൻ എളുപ്പമല്ല. ചെറുപ്പത്തിലെ കുട്ടികളെ ഞാൻ